ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഫ്രോസൺ ചക്ക കൊണ്ട് ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ചക്ക വേവിച്ചത് ആണ്. ഇതൊരു ചേച്ചി എനിക്ക് നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടു തന്നതായിരുന്നു. അവർ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് സ്റ്റീം ചെയ്തതിന് ശേഷം ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇത് ഏകദേശം ഒരു 4 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഡീപ് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണ്. ഇതിൽ കുരു ആഡ് ചെയ്തിട്ടില്ല, ചക്കയുടെ ചുളകൾ മാത്രമാണുള്ളത്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, ഓൾറെഡി സ്റ്റീം ചെയ്യുമ്പോൾ ഉപ്പിട്ടതാണ്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഈ ഒരു ചെറിയ 1/3 കപ്പിൽ 3 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ 3 കപ്പ് ചേർക്കുന്നുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഫ്രോസൺ ചക്ക കൊണ്ട് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കുക്കിംഗ് ടൈം നമുക്കൊന്ന് വാച്ച് ചെയ്യണം. ലോ ഫ്ലെയിമിലാണ് ഇട്ടത്. ഇനി ആ സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ളൊരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് സവാള ചെറുതായി മുറിച്ചത്, ഒരു 4 കാന്താരി മുളക്, പിന്നെ ഒരു 2 ചെറിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. അത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് പെപ്പർ കോൺ, മുഴുവൻ പെപ്പറും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പോളം തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കും. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചക്ക ഒന്ന് ചെക്ക് ചെയ്യാം. അത് കുക്ക്ഡ് ആയി കഴിഞ്ഞോ ഒന്ന് ചെക്ക് ചെയ്യാം. ഏകദേശം നമ്മൾ ചക്ക വെന്തിട്ടുണ്ട്. ഒരു അരപ്പ് ചേർക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ചക്കയിലേക്ക് ചേർക്കാം. ഈ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ്, കാരണം ഉപ്പ് ഈ സമയം വരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് സ്റ്റീം ചെയ്തത്. അതുകൊണ്ട് കുറച്ച് നോക്കിയതിന് ശേഷം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ അരപ്പൊക്കെ ചക്കയുടെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധത്തിൽ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നനക്കുന്നുണ്ട് അതിലേക്ക്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് മാത്രമേ അടച്ച് വെച്ചൊന്ന് ചെറിയ തീയിലൊന്ന് വെക്കേണ്ടതുള്ളൂ. കാരണം ഓൾറെഡി എല്ലാം കുക്കായി ആ അരപ്പും കൂടി ഒന്ന് ഈ ഒരു സ്റ്റീം എന്ന ആ ഒരു ചൂടിലങ്ങ് വെന്ത് ചക്കയുടെ കൂടെയൊക്കെ പിടിച്ച് ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടാം. അതിനൊരു ചെറിയ പാന് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് കടുകും വറ്റൽമുളകും കുറച്ച് ഉഴുന്നുപരിപ്പ് കറിവേപ്പില ഒക്കെ ഇട്ട് നമുക്കൊരു വറുത്തിടാം. മുഴുവൻ അത് ആ പാത്രത്തിലേക്ക് ഇട്ടിട്ടില്ല, കുറച്ച് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റിയ ശേഷം ഇടാം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കി വെച്ച ആ ഇത് ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ അടിപൊളി ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചക്കയുടെ ആ ഒരു സീസൺ സമയത്തൊക്കെ ഇങ്ങനെ ഫ്രീസ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രോസൺ ആണ്, അങ്ങനെ ഫ്രഷ്, അങ്ങനെ ഒരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്യും. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.